മിഷൻ 250-ൽ കേക്കച്ചനെ മാത്രമല്ല ആലപ്പുഴ കോവാലിനെയും ഉൾപ്പെടുത്തണം. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ച മുരടിപ്പിക്കുന്ന, പ്രസ്ഥാനത്തിലെ കരുത്തുറ്റ ഇളം കൂമ്പുകളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊമ്മൻചൊല്ലി നെട്ടൂർ കേക്കച്ചനെ മണ്ഡലത്തിൽ തന്നെ മണ്ണിട്ട് മൂടുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ മിഷൻ 250യുടെ 22ാം ദിനമായ ഇന്ന് USA-യിൽ നിന്നും ഡോക്ടർ തോമസിന്റെ പ്രതികരണം കേൾക്കുക. രാഹുൽ ഗാന്ധിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പഴയ സരിതയുടെ തേങ്കണി കൂട്ടുകാരൻ സരിതാ വേണുഗോപാലിനെയും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിഷൻ 250യുടെ ഭാഗമാക്കണമെന്ന് അഭിപ്രായപ്പെടുകയാണ് ഡോക്ടർ തോമസ്. എന്തുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഇപ്രകാരം പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന ഒരു പ്രതികരണമാണ് ഇത്. കേട്ടോ. സുനിൽ സാറേ, നമസ്കാരം. ഞാൻ ഡോക്ടർ തോമസ്, USA-യിൽ നിന്ന്. ഈ 250 ഡേയ്സ് 250 ദിവസങ്ങൾ സാർ ചെയ്യുന്ന വീഡിയോ, പ്രത്യേകിച്ച് VD സതീശൻ്റെ തനി മുഖം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അത് വലിയ ഒരു സേവനമാണ്. കാരണം അദ്ദേഹത്തെ മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ കോൺഗ്രസും വെള്ളത്തിലാകും, UDFും വെള്ളത്തിലാകും. പിണറായിക്ക് അടുത്ത ഒരു മൂന്നാമത്തെ ടേം വരാനുള്ള വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമായപ്പം കോൺഗ്രസ് ചെയ്ത് ഈ VD സതീശനെ മുമ്പോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും പൊളിറ്റിക്കലായിട്ട് വിശകലനം ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. കോൺഗ്രസ് ലീഡേഴ്സിന് അത് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തിലാണ് കഷ്ടം. ഏതായാലും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയുള്ള പറവൂർ തന്നെയുള്ള ആളുകളെ സാറ് അഭിമുഖത്തിൽ കൊണ്ടുവരികയും അവരിൽ കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം, അവർക്ക് ഇദ്ദേഹത്തെ വർഷങ്ങളായിട്ട് നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ. അപ്പോൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമ്പോഴേ അതിനൊരു വാലിഡിറ്റി വരുന്നുണ്ട്. കൂടുതൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ സാറ് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ആധികാരികത വരുന്നുണ്ട്. അതിനകത്ത് ഈ VD സതീശൻ്റെ കൂട്ടത്തിൽ ഒക്കുമെങ്കിൽ ഈ വേണുഗോപാലിനെയും കൂടെ ഒന്ന് ഉൾക്കൊള്ളിക്കണം എന്നുള്ളൊരു അപേക്ഷ ഞങ്ങൾക്കുണ്ട്. കാരണം അദ്ദേഹം ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ആയ പിന്നെ ഇന്ത്യയിലുള്ള കോൺഗ്രസ് തോറ്റ് എല്ലാ സ്റ്റേറ്റിലും തോറ്റ് ഒരു പരുവമായി. കോൺഗ്രസ്സിലുള്ള ലീഡേഴ്സ് എല്ലാം കഴിവുള്ളവർക്ക്, ഇദ്ദേഹം ഈ കപിൽ സിബലിനെ പോലെയുള്ള എത്രയോ 10-16 ടോപ്പ് ലീഡേഴ്സ് പോയി. ഇനി പോകാനുള്ളത് ശശി തരൂർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെയും കൂടെ ഓടിക്കാനുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നു ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ ഈ ചാവേറായിട്ട് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഇപ്പോൾ വേണുഗോപാൽ പറയാതെ ഉണ്ണിത്താൻ ഒരിക്കലും വന്ന് ഈ പരസ്യമായിട്ടൊരു അഭിപ്രായം പറയുകയില്ല. സാറേ, ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിരുന്നു. സുനിൽ സാറ് ഇറക്കിയൊരു വീഡിയോ. അതിനകത്ത് സാറ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ആ ചോദ്യം. പല മീഡിയക്കാരും ശശി തരൂർ പറഞ്ഞതിനെ വളച്ചൊടിച്ചു. അദ്ദേഹം പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ എഴുതിയതായ ആർട്ടിക്കിൾ എന്താണെന്ന് മീഡിയക്കാർക്ക് പോലും, എനിക്ക് അത്ഭുതം തോന്നി, അവർ പോലും ഒന്ന് വായിച്ചു നോക്കിയില്ലല്ലോ. അവർ ന്യൂസ് 18-നൊക്കെ എന്താ അവർ പ്രസൻറ്റ് ചെയ്തത്, എന്താണ് അവരുടെ ഒരു പർപ്പസ്? ന്യൂസ് 18-ൻ്റെ ന്യൂസ് അവർ ഞാൻ കുറച്ച് കേട്ടായിരുന്നു. അവരെന്താണ് അതിൽ കൂടെ പറയുന്നത്? നാണമില്ലേ ആ മീഡിയയ്ക്ക്? അതിനകത്ത് ആത്മാർത്ഥമായൊരു ചോദ്യം കേരളത്തിൽ ഇന്ന് മീഡിയയിൽ ചോദിച്ചേക്കുന്ന ഒറ്റയാളെ ഉള്ളത് താങ്കളാണ്, സുനിൽ സാറാണ്. അപ്പോൾ സുനിൽ സാർ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, ശശി തരൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതേ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ അതേ ചോദ്യം സുനിൽ സാർ ചോദിക്കുന്ന അതിനകത്ത് 2 ഭാഗം സാറ് പറയുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒന്നാമത്തെ ഭാഗം എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശശി തരൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഞാൻ ചോദിക്കുകയാണ്. ഉണ്ണിത്താനോടാണ് ചോദ്യം. ശശി തരൂർ പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ ഒരു ലേഖനം എഴുതി, ഒരു ആർട്ടിക്കിൾ എഴുതി. അദ്ദേഹത്തിന് ഇപ്പം കോൺഗ്രസ് പാർട്ടിയെയോ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെയോ വിമർശിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആർട്ടിക്കിൾ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഇപ്പോൾ എങ്ങനെയും പുറത്താക്കട്ടെ, ഇദ്ദേഹം പറയുന്നതിൻ്റെ കൂട്ട് രക്തസാക്ഷിത്വം വഹിച്ച് പുറത്തു പോകാനാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങ് എന്നെ ഒന്ന് പുറത്താക്കിയരേ എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരെ, ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ശശി തരൂരിന് പുറത്തു പോകാനാണെങ്കിൽ സാറേ, ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാകത്തില്ല അദ്ദേഹത്തിന് എന്തെല്ലാം വഴികളുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം സ്വന്തമായിട്ടിരുന്ന് പുസ്തകങ്ങൾ എഴുതിയാൽ തന്നെ അദ്ദേഹത്തിന് ആയുസ് മുഴുവൻ ജീവിക്കാനുള്ള ഇപ്പം തന്നെ ഉണ്ട്. അതും മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ഫിഗറുള്ളൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. ആത്മാർത്ഥമായി കോൺഗ്രസിനെ സ്നേഹിക്കുകയും
2026 UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, പിണറായി ഗവൺമെൻറ് ഒരു കാരണവശാലും ഒരു മൂന്നാമത്തെ ടേമിലേക്ക് പോകരുതേ എന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വിദേശത്തിരുന്നുകൊണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും ഞങ്ങളുടെ ഫോറങ്ങളിലൊക്കെ ആ കാര്യം സംസാരിക്കാറുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടാൽ, ഈ വേണുഗോപാലും സതീശനും മുൻനിർത്തിയുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോക്ക് കണ്ടാൽ, കേരളത്തിൽ നല്ല ലീഡേഴ്സ് നാട്ടിൽ ഒത്തിരി പേരുണ്ട്. അവരാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ, മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് അത്ഭുതമാണ് ഞങ്ങൾക്ക് വരുന്നത്, അത്ഭുതം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നന്നായിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹം പ്രവർത്തക സമിതി അംഗമല്ലേ. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിലെ എത്രയോ പ്രാവശ്യം ജയിച്ച ഒരു MP അല്ലേ. കേരളത്തിലെ ഏത് സമൂഹത്തിൽ പോയാലും, ഏത് കമ്മ്യൂണിറ്റി പോയാലും, ഏത് സിറ്റിയിൽ പോയാലും ശശി തരൂർ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനം ഓടിക്കൂടും. ചെറുപ്പക്കാരുടെ ഫുൾ സപ്പോർട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിനേക്കാളും ഹൈ ലെവലിൽ ഒരു PM വരെ ആകാനുള്ള അതിനുള്ള വിദ്യാഭ്യാസം അദ്ദേഹത്തിനുണ്ട്, അതിനുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്, അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല, ഈസ് എ ഹംബിൾ മാൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ പറയുന്നു എന്ന് കരുതി അദ്ദേഹത്തെ ഇങ്ങനെ വെടിവെക്കേണ്ട കാര്യമുണ്ടോ? ശശി തരൂർ സാറേ ചെയ്തതാണോ തെറ്റ്? ഉണ്ണിത്താൻ ചെയ്തതാണോ തെറ്റ്? എൻ്റെ ചോദ്യമാണ്. ശശി തരൂർ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാനിപ്പം പറയാം. അതിനുമുമ്പ് എൻ്റെ ചോദ്യം, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ഒരു വളരെ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന, ഈ 10-16 ലീഡേഴ്സ് പോയിട്ടും പോകാൻ നിൽക്കുന്ന ഒരേ ഒരാൾ ശശി തരൂരേ ഉള്ളൂ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഓടിക്കാൻ വേണുഗോപാൽ ഇറക്കിയിരിക്കുന്ന ചാവറാണ് ഈ ഉണ്ണിത്താൻ. ഈ ഉണ്ണിത്താൻ ഇന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? വെച്ച് പൊറിപ്പിക്കത്തില്ലെന്നോ, കോൺഗ്രസ്സിലുള്ള ആരും ഒരു സഹിക്കത്തില്ലെന്നോ, രക്തം തിളയ്ക്കുന്നെന്നോ, എന്തൊക്കെയോ അദ്ദേഹം കുറേ വിഡിത്തങ്ങൾ വിളിച്ച് പറയുന്നത് കേട്ടു. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള, കോൺഗ്രസിൽ തന്നെ നിൽക്കുന്ന, അടിയുറച്ച് നിൽക്കുന്ന, കഴിഞ്ഞ ഇടയ്ക്കും ലീഡേഴ്സിനെ വിളിപ്പിച്ചപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കൂടെ അവിടെ പോയി ആ മീറ്റിങ്ങിൽ കൂടുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്ന, ഈ വരുന്ന ഇലക്ഷനിൽ പലയിടങ്ങളിലും കോൺഗ്രസിനെ UDFനെ സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കേണ്ട ഒരു ശശി തരൂരിനെക്കുറിച്ച് ഉണ്ണിത്താന് ഇങ്ങനെ പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? അദ്ദേഹം പറഞ്ഞതാണോ ശരി, അതോ ശശി തരൂർ പറഞ്ഞാണോ ശരി? സാറേ, ഞാൻ സാറിൻ്റെ ആ വീഡിയോ കണ്ടപ്പോഴാണ് സത്യത്തിൽ എന്താണ് ശശി തരൂർ എഴുതിയെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം മീഡിയ ഒക്കെ ആണെങ്കിൽ ഒരുപാട് അത് വളച്ചൊടിച്ചു, വളരെ വളച്ചൊടിച്ചു. സത്യം സംസാരിച്ചത് സുനിൽ സാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആർട്ടിക്കിൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വായിച്ചു നോക്കി. കാരണം അതിൻ്റെ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഒന്ന് മനസ്സിലാക്കാൻ. പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ ഒക്ടോബർ 31 ശശി തരൂർ എഴുതിയതായ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് കുടുംബവാഴ്ചയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഉള്ള കുടുംബവാഴ്ച. ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എഴുതിയേ പറ്റൂ. അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എഴുതണം. ഒരു PhD തീസിസ് എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്റ്റ് എഴുതണം. അതിനുശേഷം അത് ഡെവലപ്മെൻ്റായിട്ടുള്ള ഓരോ ആർഗ്യുമെൻറ്റ് സെൻട്രൽ തീസിസ് അനുസരിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണല്ലോ കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ സെൻട്രൽ തീസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആ ആർട്ടിക്കിളിലെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാറ്റേൺ അല്ലെങ്കിൽ കുടുംബവാഴ്ച. അത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ, നെഹ്റു കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം താക്കറെയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്, UPയിലുള്ള യാദവ് കുടുംബങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ജമ്മു കാശ്മീരിലുള്ള വളരെ വർഷങ്ങളായിട്ട് കുടുംബപരമായിട്ട് വരുന്ന ലീഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പഞ്ചായത്ത് ലെവൽ തൊട്ട് മുനിസിപ്പൽ ലെവൽ തൊട്ട് ഇന്ത്യയിലുള്ള ആ ഒരു ഓവറോൾ പിക്ചറാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ആർട്ടിക്കിൾ ആകുമ്പോൾ 2 വശം അതിനകത്ത് പ്രസൻറ്റ് ചെയ്യണം, അല്ലാതെ കോൺഗ്രസിനെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല അവിടെ. അദ്ദേഹം അതിനകത്ത് ചെയ്യുന്നൊരു കാര്യം, കോൺഗ്രസിനെതിരായിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നിശബ്ദമാണ്, മിണ്ടണ്ട എന്ന് കൽപ്പന കൊടുത്തു എന്നൊന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഇപ്പോൾ അതിനെക്കുറിച്ച് അശോക് ഗെഹ്ലോട്ടോ അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റോ അങ്ങനെയുള്ള ടോപ്പ് ലീഡേഴ്സൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാരണം അവർക്കറിയാം, അവർ ചിലപ്പോൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും എന്താണ് ഇദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. രാജ്മോഹൻ വായിച്ചു നോക്കിയില്ല, കാള പറ്റുമെന്ന് കേട്ടപ്പോൾ അദ്ദേഹം കയറും എടുത്ത് ചാടി. ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ശശി തരൂർ പറയുന്നു നെഹ്റു കുടുംബത്തിൻ്റെ സംഭാവനയെ അദ്ദേഹം പ്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെഹ്റു കുടുംബത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കറപ്റ്റഡ് ആണെന്നോ എബിലിറ്റി ഇല്ലെന്നോ അദ്ദേഹം പറയുന്നില്ല. നെഹ്റു കുടുംബം സ്വാതന്ത്ര്യ സമരത്തിലും നേഷൻ ബിൽഡിങ്ങിനും ചെയ്യുന്ന സംഭാവനയെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറയുന്ന ശശി തരൂരിനെ പോലുള്ള ആളെ ഈ ഉണ്ണിത്താൻ ഇന്ന് വിളിച്ചതായ പഴി, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, എന്ത് തെറ്റാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഇന്നും കോൺഗ്രസിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്ന ഒരു പ്രവർത്തന സമിതി അംഗത്തെക്കുറിച്ച് ഉണ്ണിത്താൻ പറഞ്ഞതിനെതിരെ ശശി തരൂർ ഒരു പരാതി എഴുതി കൊടുത്താൽ ഉണ്ണിത്താൻ പോയി അവിടെ നിന്ന് മറുപടി പറയേണ്ടി വരും. കാരണം ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളുമായിട്ട് വരും, അതിനകത്തെ ഓരോ പോയിൻ്റ് അദ്ദേഹം വായിക്കും, അതിൻ്റെ സെൻട്രൽ തീസിസ് വായിക്കും, അതിൻ്റെ ഓരോ ആസ്പെക്റ്റ് അദ്ദേഹം വായിക്കും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നു കുടുംബവാഴ്ച ആയിരിക്കരുത് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു മാനദണ്ഡം. അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നു: സേവനം, കഴിവ്, സമർപ്പണം. ഈ 3 കാര്യമാണ്. അതിനകത്ത് എന്താ തെറ്റ്? ഇപ്പം നമ്മുടെ തന്നെ നെഹ്റു കുടുംബത്തെ എടുത്ത് നമുക്ക് നോക്കാം. സമർപ്പണമുള്ളവരല്ലേ? തീർച്ചയായിട്ടും. ഇന്നത്തെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ തന്നെ എടുത്തു നോക്കി, അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചിയെ വെടിവെച്ച് ഇടുന്നത് ആ കാഴ്ച കണ്ടൊരു മനുഷ്യനല്ലേ? സ്വന്തം പിതാവ് ചിതയിൽ എരിഞ്ഞമരുന്ന കാഴ്ച കണ്ടിട്ട് ഇന്നും രാജ്യത്തിന് വേണ്ടി തെക്ക് കിഴക്ക് ഓടി നടക്കുന്നൊരു മനുഷ്യനല്ലേ അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ സഹോദരിയും പ്രിയങ്ക ഗാന്ധിയും. അതുപോലെ ഇന്ദിരാഗാന്ധിയെപ്പോലെ ഒരു കഴിവുള്ള ഒരു സ്ത്രീയെ നമുക്ക് എവിടെ കിട്ടും? നെഹ്റുവിൻ്റെ അടുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളെ മോദിയൊന്നും അങ്ങനെയൊന്നും വരില്ല. ക്ഷമിക്കണം, അദ്ദേഹം ഇന്ത്യയുടെ PM ആണ്, ബഹുമാനം കൊടുക്കും. പക്ഷേ നെഹ്റുവിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലീഡറെ നമുക്ക് കിട്ടുമോ? വലിയ പാടല്ലേ? അപ്പം കുടുംബപരമായിട്ടുള്ള നെഹ്റു കുടുംബത്തിൻ്റെ കോൺട്രിബ്യൂഷനെ ശശി തരൂർ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് കറപ്റ്റഡ് ആണെന്നോ വേണ്ടെന്നോ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാര്യം, ഇന്നിടത്തൊക്കെ കുടുംബപരമായിട്ടുള്ള ലീഡർഷിപ്പ് വന്നിട്ടുണ്ട്, പഞ്ചായത്ത് ലെവലിലും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ അതാണ് ഒരു മാനദണ്ഡമെങ്കിൽ, കുടുംബവാഴ്ച, വല്യപ്പന് ശേഷം മോന് ശേഷം കൊച്ചുമോൻ, ഇങ്ങനെ ഉള്ള അതാണ് മാനദണ്ഡമെങ്കിൽ ചിലപ്പോൾ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പിനെ നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ അതൊരു തടസ്സമായിരുന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി വന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത്, ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന ഒരു വ്യക്തി കഴിവിൻ്റെയും സേവനത്തിൻ്റെയും, അത് പ്രവർത്തന പരിചയം, അതുപോലെ തന്നെ ആ ഡെഡിക്കേഷൻ, സമർപ്പണവും, ഈ 3 കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അത് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും, എല്ലാവരും കുടുംബത്തിൽ നിന്നാണല്ലോ വരുന്നത്. അത് വേണമെന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. അല്ലാതെ ഈ ലാലു പ്രസാദിൻ്റെ മകൻ ഇപ്പോൾ തേജസ്വി യാദവ് അതിന് ശേഷം ഓക്കെ എൻ്റെ മോൻ വരും, അപ്പോൾ മോൻ വിചാരിക്കാം എൻ്റെ വല്യപ്പനും എൻ്റെ അപ്പനും ഒക്കെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മുഖ്യമന്ത്രിമാരായിട്ടിരുന്നതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല, അതുകൊണ്ട് എന്ത് കറപ്ഷൻ എനിക്ക് കാണിക്കാം, അങ്ങനെ ചിന്തിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. ഡെഡിക്കേഷൻ വേണം, അതിനുള്ള എബിലിറ്റി വേണം, അതിനുള്ള ആ ഒരു കാലിബർ വേണം, ഒരു യഥാർത്ഥ ലീഡർഷിപ്പ്. അത് കുടുംബത്തിൽ നിന്നായാലും പുറത്തുനിന്നായാലും വരണമെന്നേ പറയുന്നുള്ളൂ. ഇനി ഈ കുടുംബവാഴ്ചയെക്കുറിച്ച് പറയുമ്പോഴേ കോൺഗ്രസ്സിൽ എവിടെയാണ് കുടുംബവാഴ്ചയുള്ളത്? സുനിൽ സാറേ, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരെ നമ്മൾ എടുത്തു നോക്കി. ബഹുമാനപ്പെട്ട നെഹ്റു ജി ഇരുന്നിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാജി ഇരുന്നിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകളും ആയിരുന്നിട്ടില്ലേ? കുടുംബത്തിൽ നിന്ന് മാത്രമല്ലല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആളല്ലേ? നന്ദ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആളല്ലേ? അതിനുശേഷം മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അതിനുമുമ്പ് നരസിംഹറാവു പ്രൈം മിനിസ്റ്ററായിട്ടിരുന്നില്ലേ? അപ്പം കുടുംബവാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഉണ്ടോ? ഇല്ലല്ലോ. കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബത്തിൽ കഴിവുള്ള ആളുകൾ അവർ ഡെഡിക്കേറ്റഡായിട്ട് കടന്നു വരുന്നുണ്ട്. അതിനെന്താണ് തെറ്റ്? കോൺഗ്രസ്സിൽ കുടുംബവാഴ്ച ഉണ്ട്, അത് തെറ്റാണെന്ന് ശശി തരൂർ പറഞ്ഞിട്ടില്ല.
ദയവേത് സുനിൽ സാറെങ്കിലും ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ഇടണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് ഉള്ളത്. ആ ആർട്ടിക്കിൾ ആളുകൾ വായിച്ചു നോക്കണം. ഇങ്ങനെ ഒരാൾ എഴുതുന്നതായ അദ്ദേഹത്തിൻ്റെ അതായിട്ടുള്ളൊരു ഭാഗം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ രാജ്മോഹൻ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ഒരു MP ആണല്ലോ, ഒരു കഴിവുമില്ലാതെ അദ്ദേഹത്തെ കൊണ്ട് കാസർഗോഡുകാർക്കും ഗുണമില്ല, കേരളത്തിനും ഗുണമില്ല, അവിടെ ലോക്സഭയിൽ പോയിരുന്ന അവർക്കും ഗുണമില്ല. കാരണം ഇദ്ദേഹം അവിടെ എന്തെങ്കിലും ഒരു പ്രബന്ധം അവതരിപ്പിച്ചാട്ടോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയാട്ടോ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ ആകെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് മുരളീധരൻ്റെ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ മുണ്ട് ഉരിഞ്ഞ് അങ്ങ് പോയി, മുണ്ടില്ലാതെ നിൽക്കുന്നൊരു ഞാൻ വീഡിയോ കണ്ടതാണ്, അല്ലാതെ വേറെ ആരും പറഞ്ഞു കേട്ടതല്ല. ഇദ്ദേഹത്തിൻ്റെ മുണ്ട് ഉരിഞ്ഞ് മുരളി പോയി, മുരളിയുടെ ഗ്രൂപ്പ്. മുരളി നേരിട്ട് വന്ന് ഉരിഞ്ഞില്ല, മുരളിയുടെ ഗ്രൂപ്പാണ് ഉരിഞ്ഞത്. അവിടെ എന്തോ പ്രശ്നമായി, മുരളീധരനുമായിട്ടൊക്കെ ഓട്ടയ്ക്ക് ആകെ പ്രശ്നങ്ങളുണ്ടാക്കി. ഇദ്ദേഹത്തെയും എനിക്ക് ശരത് ചന്ദ്ര പ്രസാദിനെയാണെന്ന് തോന്നുന്നു മുരളിയെല്ലാം കൂടെ എടുത്ത് പഞ്ഞിക്കിട്ടു. പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് 2008 എന്നൊരു സംശയമുണ്ട്. ഇദ്ദേഹത്തെ ഇന്നാണെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ലോഡ്ജിൽ ഇന്ത്യയിൽ അത് നിയമം മാറ്റി, ഇന്ന് പോകാം. പക്ഷേ അന്ന് പറ്റില്ലായിരുന്നു. സ്വന്തം ഭാര്യയുടെ കൂടെ പോയില്ലെങ്കിൽ അന്ന് പോലീസ് പിടിക്കുന്ന ഒരു സമയമായിരുന്നു. നിയമം വരുന്നതിന് മുമ്പാണ്, നിയമം മാറുന്നതിന് മുമ്പാണ്. ഇദ്ദേഹത്തെയും സ്വന്തം ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയെയും കൂടെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഇദ്ദേഹം തല പൊത്തിയിരിക്കുന്ന ഇന്ന് ആരോ ഈ കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ആ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പം മിസ്റ്റർ ഉണ്ണിത്താനെ, നിങ്ങൾ അത് കോൺഗ്രസ്സിന് നാണക്കേടുള്ള പരിപാടിയല്ലേ കാണിച്ചേ? നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം കോൺഗ്രസ്സിന് വളരെ അഭിമാനമുള്ള കാര്യമാണ്. നിങ്ങൾ പറയുന്നു ശശി തരൂർ ഇങ്ങനെ എഴുതി കോൺഗ്രസ് നാണപ്പെട്ടു പോയി, രക്തം തിളയ്ക്കുന്നു, വെച്ച് പൊറിപ്പിക്കില്ല. നിങ്ങൾക്ക് നാണമില്ലേ ഒരു പ്രവർത്തന സമിതി അംഗത്തെക്കുറിച്ച് പബ്ലിക്കായിട്ട് പറയാൻ? നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പരാതി എഴുതി പ്രസിഡൻറ്റിന് കൊടുക്കണം, ഖാർഗെയ്ക്ക് കൊടുക്കണം. നിങ്ങൾ പരാതി എഴുതി കൊടുക്കണം. ഇന്ന ആർട്ടിക്കിളിൽ വന്നതായ ഇന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം വേണം. ഒരു മീറ്റിംഗ് വിളിക്കണം. നിങ്ങൾ മീഡിയയിലല്ല വന്ന് പറയേണ്ടത്. നിങ്ങൾ ചെയ്ത് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ സമയത്ത്, കേരളത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് വേണുഗോപാലിൻ്റെ ചാവയറായിട്ട് വേണുഗോപാൽ പറഞ്ഞിട്ടല്ലേ നിങ്ങളത്, അല്ലെ നിങ്ങൾ ചെയ്യത്തില്ലല്ലോ. നിങ്ങൾക്ക് വേണുഗോപാലോ അല്ലെ ഖാർഗെ ഒരു നിർദ്ദേശം തരാതെ നിങ്ങൾ പരസ്യമായിട്ട് പറയും. നിങ്ങൾക്ക് എവിടുന്നോ എനർജി കിട്ടി? നിങ്ങളെ ചാവേറായിട്ട് ആരോ ഉപയോഗിക്കുന്നു ശശി തരൂരിനെ ഒതുക്കാൻ വേണ്ടി. ഇത് വേറൊന്നുമല്ല, ആർട്ടിക്കിളല്ല പ്രശ്നം. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹവും അല്ല. നിങ്ങൾക്ക് ഒരു കാരണവശാലും കേരളത്തിൻ്റെ അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂരോ അല്ലെങ്കിൽ കെ സുധാകരനോ വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കറുത്ത കരം നിങ്ങളെ ഉപയോഗിക്കുന്നു. നിങ്ങളോട് വളരെ മാന്യമായിട്ട് പറയാം, നിങ്ങൾ ഈ VD സതീശനെയോ നിങ്ങൾ എഴുതി വെച്ചോ. വീണ്ടും നമുക്ക് കാണാം, ഇലക്ഷൻ കഴിയുമ്പോഴോ അല്ലേ കാണാം, അല്ലെ ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം സുനിൽ സാർ അതിനെക്കുറിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ആ കാഴ്ച എന്തായിരുന്നു, എന്ത് കഷ്ടമായി പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്ന് അതെല്ലാം ഇവിടെ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണിത്. ഞങ്ങൾ വിദേശത്താണ് ഇരിക്കുന്നത്, പക്ഷേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ചോരയും നീരുള്ളവരാണ്, ഞങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണ്. ആശാ വർക്കേഴ്സിൻ്റെതായിട്ടുള്ള ആ സമരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിച്ച് അദ്ദേഹം വന്നു. ഞാൻ വല്ലപ്പോഴും കാണുന്ന ഇപ്പം റിപ്പോർട്ടർ കാണാറില്ല, നിർത്തി, 24 നിർത്തി. കാരണം അതെല്ലാം ഈ സത്യസന്ധമായിട്ടുള്ള ചാനലിലെന്ന് മനസ്സിലായി. ഇപ്പോൾ കൂടുതൽ കാണുന്നത് ഈ i2i ന്യൂസാണ്. കാരണം ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടേ അവരേ ഉള്ളൂ. പിന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ, അത് ഇതിൽ കൂടെ പറയുന്നില്ല, മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ജെന്യൂനായിട്ട് പറയുന്ന ചില മാധ്യമങ്ങൾ കാണാറുണ്ട്. അതിൽ കൂടുതലും കാണുന്നത് i2i ന്യൂസാണ്. മനോരമയിലെ ഒരു സ്ത്രീ വായിക്കാത്ത ഈ പഴം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു വാർത്ത പറയുന്ന ഒരു ലേഡിയുണ്ട്. അവർ പറയുകയാണ്, ക്ഷണിക്കാതെ, അവർ മനോരമയിൽ കൂടെ ന്യൂസ് പറയുകയാണ്, ക്ഷണിക്കാതെ വന്ന മാങ്കൂട്ടത്തിനെ ഇറക്കി വിട്ടെന്ന്. ഞാൻ ഒരു 6 മിനിറ്റ് 7 മിനിറ്റുള്ള ന്യൂസ് ഞാൻ അത് കണ്ടുകൊണ്ടിങ്ങനെ അതും കാണുകയാണ്. ക്ലിപ്പായിട്ട് അവരിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ VD സതീശൻ കാശ് കൊടുത്ത് ഇടിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. എന്തോ ഒരു മാഫിയ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം VD സതീശൻ വരുന്നതും അത് എഡിറ്റ് ചെയ്ത് ഒരു ക്ലിപ്പായിട്ട് VD സതീശൻ എന്നുള്ളൊരു പേരുണ്ട്. നിങ്ങൾ അതിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ VD സതീശൻ എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജ്
ഉണ്ട്. ഫേസ്ബുക്ക് പേജാണോ യൂട്യൂബാണോ എന്നറിയത്തില്ല. അതിനകത്ത് ഇദ്ദേഹം വരുന്നതും മാരുടെ സമരത്തിൽ സംസാരിക്കുന്നതും ആദ്യത്തെ ക്യാബിനറ്റിൽ ഈ ബില്ല് പാസ്സാക്കുമെന്ന് പറയാൻ ഇയാൾ ആരാണ്? ഈ വി ഡി സതീശൻ ഇയാളാണോ അടുത്ത മുഖ്യമന്ത്രി? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? ഹൈക്കമാൻഡ് പറഞ്ഞേക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജയിച്ചു വന്നാൽ അതൊരു സ്വപ്നം മാത്രമാണ്, നടക്കുകയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും UDF വരികയല്ല. ഈ വി ഡി സതീശനും വേണുഗോപാലും അല്ലെങ്കിൽ ഒരു ശക്തനായ ലീഡറെ പ്രസൻറ്റ് ചെയ്യണം. അപ്പം ആദ്യത്തെ ക്യാബിനറ്റിൽ വേറെ ഒന്നുമില്ലയോ കേരളത്തിൽ? ഇത് മാത്രമേ ഉള്ളൂ. ആശാമാരുടേതായ കാര്യം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലയോ വി ഡി സതീശ? ഇങ്ങനെയൊക്കെ പറയാൻ. അപ്പം ഇവരെ സഹായിക്കുകയല്ല ഇദ്ദേഹം പറയുന്നത്. ഞാൻ കോൺഗ്രസ് വന്നാൽ ഞാനായിരിക്കും മുഖ്യമന്ത്രി എന്നങ്ങ് പറയാതെ പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരാളാണെങ്കിൽ ആ ആളല്ലേ തീരുമാനിക്കേണ്ടത് എന്താണ് പ്രധാന ക്യാബിനറ്റിൽ എടുക്കേണ്ടതെന്നുള്ളത്. ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാകും, രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്ക് മനസ്സിലാകും. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നിരുന്നു, ആ പാവം പിടിച്ച ചെറുക്കനെ. അദ്ദേഹമാണെങ്കിൽ കേരളത്തിൽ പോകുന്നിടത്ത് എല്ലായിടത്തും അംഗീകാരമാണ്. ഇന്ന് തന്നെ ഒരു വീട് പണിയുന്നതിന് കല്ലിടുന്നു. അവിടെ ഒരു സിനിമാ നടി സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ വരുന്നു. അദ്ദേഹത്തിന് വന്ന് ഹഗ് കൊടുക്കുന്നു. ഇദ്ദേഹം പോകുന്നിടത്തെല്ലാം അമ്മമാരും സഹോദരിമാരും അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കണ്ട് സ്വീകരിക്കുന്നു. ഇന്ന് 10, 60, 70 ദിവസമായിട്ട് ഇന്ന് വരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. സണ്ണി ജോസഫ് സാറേ, MM ഹസൻ സാറേ, അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനു തുടങ്ങുകയാണ്? നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാത്ത അദ്ദേഹം ഏതോ ഒരു ഓഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ആണെന്ന് ഉറപ്പില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. 2 പേരുടെ പ്രൈവറ്റ് സംഭാഷണമാണ്. അതിനകത്തൊന്നും അദ്ദേഹത്തെ മുടക്കാനുള്ള യാതൊരു കാര്യങ്ങളുമില്ല. ഒരു പരാതിയില്ല, ഒരു പരാതിക്കാരിയില്ല. പോലീസിന് അവർ മുഖ്യമന്ത്രി സഹിതം അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കൊടുക്കാനുള്ള ഒന്നും കിട്ടിയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന് ആശാമാരുടെ സമരത്തിൽ വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു പോലും. ഈ വി ഡി സതീശനെക്കുറിച്ച്, രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള ആരോപണം ഈ വി ഡി സതീശനെക്കുറിച്ച് കേട്ടതിൻ്റെ ഒരു 100 പോലുമില്ല. അവിടെ ആ പറവൂരിലൊരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തിൻ്റെ മുൻ സെക്രട്ടറി ആയിട്ടിരുന്ന ആളുടെ ഭാര്യ, എനിക്ക് തോന്നുന്നു സുൽസാറ് പറയുന്നതനുസരിച്ചാണ് താരകേശൻ്റെ ഭാര്യ. ഈ താരകേശൻ്റെ ഭാര്യ പറഞ്ഞതിനെക്കുറിച്ച് മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ മറുപടി പറയേണ്ടതല്ലേ? നിങ്ങൾ സമൂഹത്തോട്, ഞങ്ങളോട് നിങ്ങൾ ഒരു മറുപടി പറയൂ. എന്താണ് ആ സ്ത്രീ പറയുന്നത്? അവരും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? എത്ര നാൾ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു? അല്ല, അവർ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ ആ മണ്ഡലത്തിലുള്ളതല്ലേ, നിങ്ങളൊരു കേസ് കൊടുക്കൂ. അവിടെ തന്നെ ഉണ്ടായിരുന്ന കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ വന്ന് ഈ ITY ന്യൂസിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞല്ലോ. റെസിമിറോസ് ആണെന്ന് തോന്നുന്നു. അവർ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഒന്നുകിൽ അവർക്കെതിരെ കേസ് കൊടുക്കൂ മിസ്റ്റർ വി ഡി സതീശൻ. നിങ്ങൾ കേരളത്തെ നന്നാക്കുന്നതിന് മുമ്പ്, രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കി വിടുന്നതിന് മുമ്പ് നിങ്ങളതിന് മറുപടി പറയൂ. അല്ലെ നിങ്ങൾ കേസ് കൊടുക്കൂ, അല്ലെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇന്ന ആളുകൾ ഞങ്ങൾ മുടക്കിയതാണ്, അവർ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ ഞങ്ങളെ വിഡ്ഢിയാക്കാതിരിക്കൂ മിസ്റ്റർ വി ഡി സതീശൻ. വി ഡി സതീശന് അതിനെക്കുറിച്ച് മറുപടിയില്ല. അദ്ദേഹത്തിന് BJPക്കാർ ആശാമാരുടെ സമരത്തിൽ BJPയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരിക്കുന്നതിന് വി ഡി സതീശന് കുഴപ്പമില്ല. ഇദ്ദേഹത്തിന് യുവനടി, ആ നടിയുടെ കൂടെ മറ്റു പലരുടെയും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നതിന് പുള്ളിക്ക് കുഴപ്പമില്ല. അദ്ദേഹത്തിന് ദുബായിൽ പോയിട്ട് ഒരു കോമേഡിയൻ്റെ കൂട്ടുള്ള അദ്ദേഹം എന്തോ സ്ത്രീകളെ, അങ്ങനെയുള്ള സ്ത്രീകളെ കടത്തിക്കൊണ്ട് പോകും, അങ്ങനെ ഒക്കെ എന്തോ ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ഒരാളാണെന്ന് ഇങ്ങനെ കേട്ടു. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ദേഹത്ത് ഈ പാമ്പ് മെനഞ്ഞ് കിടക്കുന്നതിൻ്റെ കൂട്ട് മെനഞ്ഞ് കിടന്നൊരു ഫോട്ടോ, ഒരു നീല ഷർട്ടിട്ട ഒരാളുടെ കൂടെ, 2 നീലയായിരുന്നു എനിക്ക് തോന്നുന്നു, ഒരു പിക്ചറൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ തോളെ കൈയിട്ട് നിൽക്കുന്നതിന് വി ഡി സതീശന് കുഴപ്പമില്ല. വി ഡി സതീശൻ അന്ന് പാലക്കാട് വെച്ചൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതായത് മരണ വീട്ടിൽ വെച്ച് ബെന്നി ബെഹനാനും മറ്റുള്ള ലീഡേഴ്സും, ബെന്നി ബെഹനാൻ അദ്ദേഹത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹം അന്ന് ഇത്രമാത്രം പോലും രാഹുൽ അംഗീകാരം, ഇന്നാണ് കേരള സമൂഹം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, എല്ലാവരും സ്വീകരിക്കുന്നു. ആശാ സമരത്തിൽ തന്നെ വന്നപ്പോൾ വി ഡി സതീശനേക്കാൾ ഒരു 10 മടങ്ങല്ല, അവരുടെ ആ സഹോദരിമാരുടെ മുഖം ഒന്ന് കാണുമായിരുന്നു, അവരുടെ ചിരിയും അവരുടെ സ്നേഹം, അവരെല്ലാം ഓടിക്കൂടി ഹഗ് കൊടുക്കുന്നു, അവരുടെ സ്നേഹം അതിൽ നിന്ന് കാണുമായിരുന്നു. അപ്പോൾ ക്ഷണിക്കാതെ വന്നതെന്ന് മനോരമ ന്യൂസ് പറഞ്ഞപ്പോൾ അതിൻ്റെ സമരം നടത്തി അതിൻ്റെ തന്നെ
മെയിൻ ഒരു ലീഡർ വന്ന് പറഞ്ഞു, അല്ല ഞങ്ങൾ ക്ഷണിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുന്നു, ഒരു സ്ത്രീ അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ല ഇത് സ്ത്രീകളൊക്കെ ഉള്ളിടത്ത് അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നത് ന്യായമാണോ എന്നുകൊണ്ട് റിപ്പോർട്ടറുടെ ഒരു പെണ്ണ് അവിടെ നിന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള മറുപടി അവർ കൊടുക്കുന്നു, ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഒരു MLA ആണ്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യ സമയം തൊട്ട്, അദ്ദേഹത്തെ ക്ഷണിച്ചു. രാഹുലിനെ കേരളത്തിൽ മുഴുവൻ, പാലക്കാടാണെങ്കിൽ ഭയങ്കര സ്വീകരണം, അവിടെ ഒരു എതിർപ്പുമില്ല. അദ്ദേഹം CPM-കാരുടെ കൂടെ ഒന്നിച്ച് പങ്കെടുക്കുന്നു, BJP-കാരുടെ കൂടെ പങ്കെടുക്കുന്നു, അവർക്ക് ആർക്കും കുഴപ്പമില്ല. നിയമസഭയിൽ അദ്ദേഹം വന്നു, അദ്ദേഹത്തെ ഇറക്കി വിടണമെന്ന് ഇടതുപക്ഷം പറയുന്നില്ല, അവിടെ സമരവുമില്ല, പ്രശ്നവുമില്ല. ആശാ സമരത്തിൽ അദ്ദേഹം വന്നപ്പോൾ CP ജോൺ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു, നല്ല മനുഷ്യൻ, അദ്ദേഹം കൈ കൊടുക്കുന്നു, അദ്ദേഹം ചിരിക്കുന്നു, അദ്ദേഹം യാത്ര അയക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന എല്ലാവരും കൈ കൊടുക്കുന്നു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി, എനിക്ക് ഒരു അല്പമെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്ന രമയെക്കുറിച്ച്. പക്ഷേ അവരിത്രയും ബലതാണൊരു സ്ത്രീയാണെന്ന് സത്യത്തിൽ ദുഃഖം തോന്നുന്നു. കാരണം അവരും രാഹുലിൻ്റെ അടുത്ത് ഒരു വേണ്ട പോലെ സംസാരിക്കാതെ അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അവർ ഘടകകക്ഷിയാണ്. അവർക്ക് ഈ VD സതീശനെ പ്രസാദിപ്പിച്ചിട്ടല്ല, അദ്ദേഹത്തെ പേടിപ്പിച്ചിട്ട് എന്നെ എടുക്കാനാ. VD സതീശൻ വരുന്നത് കേട്ടപ്പോൾ ഇവർ ഓടിപ്പോകുന്നു. നാണമില്ലേ അവർക്ക്? അയ്യേ. വിഷ്ണുനാഥ് അവിടെ മറഞ്ഞിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതാരായി മറഞ്ഞിരിക്കുന്നു, കാരണം നമ്മൾ നോക്കിയിട്ട് കാണുന്നത് മറഞ്ഞിരുന്നുകൊണ്ട് ചെറുതായിട്ട് രാഹുൽ കൈ കൊടുത്തപ്പം ഒരുത്തൻ കൈ കൊടുക്കുന്നു. പിന്നെ മനസ്സിലായത് ഈ മീഡിയയിലെ TV വരാതിരിക്കാൻ വേണ്ടി വിഷ്ണുനാഥ്, അയ്യോ ഇദ്ദേഹത്തിന് ആരെയാണ് ഇദ്ദേഹം പേടിക്കുന്നത്? ഒരു വ്യക്തിത്വമില്ലേ? അതിനുശേഷം പുള്ളി ഒരു പ്രസംഗം പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബോറം പ്രസംഗം, ബാക്കി ഞാൻ പറയുന്നില്ല, കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോറിങ് തോന്നുന്ന ഒരു പ്രസംഗവും പ്രസംഗിച്ച് സമയം കളഞ്ഞു. അതേസമയം രാഹുൽ 2-3 വാക്കേ പറഞ്ഞുള്ളെങ്കിലും എത്ര പവർഫുള്ളായിരുന്നത്. VD സതീശൻ പറഞ്ഞതിനേക്കാളും വളരെ മീനിങ്ഫുള്ളായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്. ഞാനിത് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി ഒരു കാരണവും കൂടാതെ 10-60 ദിവസങ്ങൾക്ക് മുമ്പ് മുടക്കിയ രാഹുലിനെ തിരിച്ചെടുക്കാൻ ഇന്നും VD സതീശനെതിരെ നിൽക്കുന്നു. എന്താണ് കാരണം? ഷാഫി ആക്രമിക്കപ്പെട്ടപ്പോൾ അടുത്ത കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരാൻ 100% അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യമുണ്ടെങ്കിൽ ചാൻസ് ഉള്ളു. ഇന്ന് പ്രായക്കുറവുള്ളതുകൊണ്ട്, ഇപ്പോഴും കഴിവുറവൊന്നുമില്ല. ഷാഫിയും VD സതീശനും വേണുഗോപാലും കൂടെ തിരുവനന്തപുരത്തൂടെ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ ദിവസം ഒരു റാലി നടത്തട്ടെ. ഒന്നാമത്തെ ദിവസം VD സതീശൻ, രണ്ടാമത്തെ ദിവസം വേണുഗോപാൽ, മൂന്നാമത്തെ ദിവസം ഷാഫി പറമ്പിൽ, നാലാമത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റാലി നടത്തട്ടെ. നമുക്ക് കാണാം വേണുഗോപാലിനും VD സതീശനും കിട്ടിയ ജനബന്ധനയുടെ ഒരു 20 മടങ്ങ് കൂടുതലായിരിക്കും ഷാഫിക്കും രാഹുലിനും കിട്ടുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ദിവസം ശശി തരൂരാണ് റാലി നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു 100 മടങ്ങിൽ ഒരു ജനസപ്പോർട്ട് കിട്ടും. ഇനി ഇതെല്ലാം പോട്ടെ, കെ സുധാകരൻ വരികയാണെങ്കിൽ ഈ VD സതീശൻ്റെയും വേണുഗോപാലിൻ്റെയും അടുത്ത് കൂടിയ ജനങ്ങളെക്കാളും ഒരു 50 മടങ്ങ് 60 മടങ്ങ് കൂടുതൽ ജനം കെ സുധാകരനെ എതിരേറ്റുകൊണ്ട് ഉണ്ടാവും. ഇത് സത്യമല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ പറയട്ടെ. അതായത് ശശി തരൂരും കെ സുധാകരനും ഷാഫി പറമ്പിലും ഇനി ലാസ്റ്റ് രമേശ് ചെന്നിത്തലയും കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ മാത്രമേ VD സതീശനും വേണുഗോപാലും വരികയുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട MM ഹസനും ബെന്നി ബെഹനാനും അതുപോലെ തന്നെ കുഴൽനാടനും ഷാഫി പറമ്പിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അടുത്ത ഒരു പരവതാനി ഇവരെ പിണറായിക്ക് വിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വേണുഗോപാലും VD സതീശൻ അവർ ശ്രമിക്കുന്നത് അവർക്കെങ്ങനെങ്കിലും UDF-നെ ശക്തമാക്കി അധികാരത്തിൽ വരുമ്പോൾ എനിക്ക് ചാടിക്കയറി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാം, കസേരയിലിരിക്കാമെന്ന് കരുതിയാണ് ഇവർ വ്യാമോഹപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവർ ഒരാളെ മുമ്പോട്ട് അടുപ്പിക്കാത്തത്. ശശി തരൂരിനെ ഓടിക്കുന്നതും കെ സുധാകരനെ പറഞ്ഞു വിട്ടതും ഷാഫിയുടെ കർണത്തടിച്ചതും. അന്ന് ഷാഫിയുടെ മുഖത്ത് മൂക്കടിച്ച് പൊട്ടിച്ചപ്പോൾ ഈ VD സതീശൻ എങ്ങനെ ദുബൈയിലെത്തിയത്? ആ സമയത്ത് തന്നെ ഇതെങ്ങനെ നടന്നത്? ഒരു ഗൂഢാലോചന വല്ലതും ആണോ? പിണറായിയോട്ട് ആലോചിച്ചുള്ള ഒരു പരിപാടി വല്ലതും ആയിരുന്നു?
അല്ലെങ്കിൽ തന്നെ അത് അങ്ങനെ ഒരു അടി നടന്നപ്പോഴേ ദുബായിൽ നിന്ന് നല്ലൊരു പ്രതികരണം കൊടുക്കാമായിരുന്നല്ലോ. കോൺഗ്രസ് ശക്തമായി സമരമുഖത്ത് ഇറങ്ങുന്നത് ഞങ്ങളെ വെച്ച് പൊറിപ്പിക്കത്തില്ല എന്ന് എന്തുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞില്ല? എന്തുകൊണ്ട് സണ്ണി ജോസഫ് പറഞ്ഞില്ല? അതിന് സമരമുഖത്തിറങ്ങിയതായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ ഇവർ ഒതുക്കുകയല്ലേ ചെയ്തത്. ഇങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്? ഒരു എം പി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു എം പി ആയിട്ടുള്ള കേരളത്തിൽ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന് വേണ്ടി ആടികൊണ്ട് ഓടി നടന്നൊരു ചെറുപ്പക്കാരനെ മൂക്കഴിച്ച് തകർത്തിട്ട് ഇങ്ങനെയാണോ കോൺഗ്രസ് പ്രതികരിക്കേണ്ടത്? നിങ്ങൾ എന്തിനു തുടങ്ങുകയാണ്? നിങ്ങൾ ആരെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അടുത്ത വർഷം നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ ഈ സമൂഹത്തിന് എന്നാ ചെയ്യാൻ പോകുന്നത്? ഷാഫിക്കും രാഹുലിനും കിട്ടാത്ത നീതി നിങ്ങൾ ആർക്ക് നടത്തി കൊടുക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്? ഒരുപാട് നീട്ടുന്നില്ല സുനിൽ സാറേ. ഒരു കാര്യം തീർത്ത് പറയാം. പിണറായിയും LDFും സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് നന്നായിട്ടറിയാം അവരുടെ എനിമി ആരാണെന്ന്. പിണറായി അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരാളാണ്, പക്ഷേ അദ്ദേഹം ഒരു ശക്തനായ ലീഡറാണ്. പിണറായിയെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ അതുപോലെ ശക്തനായ ഇപ്പുറത്തൊരാൾ വേണ്ടേ? വി ഡി സതീശൻ അതിന് പറ്റിയ ആളാണോ? നടക്കുകയല്ല. ഇനി വേണുഗോപാൽ അതിന് പറ്റിയ ആളാണോ? ഒരു കാരണവശാലും നടക്കുകയല്ല. പിണറായി എന്ന് പറയുന്ന ശക്തനായ ആ ലീഡറുടെ മുമ്പിൽ, അതുപോലെ തന്നെ ജയരാജനെ പോലെയൊക്കെ ഉള്ള ശക്തരായ ലീഡേഴ്സുള്ള ME ഗോവിന്ദനെ പോലുള്ള ആളുകളുടെയും CPIയുടെ പൂർണ്ണ പിന്തുണ അവർക്ക്, NSSൻ്റെ പിന്തുണ അവർക്ക്, വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ അവർക്ക്. ഇനി അതുകൂടാതെ BJPയുടെ BJP ശബരിമലയുടെ വിഷയം വന്നിട്ട് പോലും BJP മിണ്ടിയില്ലല്ലോ. കാരണം എന്താണ്? പിണറായിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ BJPയുടെ സപ്പോർട്ട്, NSSൻ്റെ സപ്പോർട്ട്, വെള്ളാപ്പള്ളിയുടെ സപ്പോർട്ട്, അതുകൂടാതെ മുസ്ലിം സമുദായത്തിൻ്റെ സപ്പോർട്ടിന് വേണ്ടി പിണറായി കിണഞ്ഞ് പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മമ്മൂട്ടി വരെ രംഗത്ത് വന്നു. അവരെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വലിയ സുനാമിയാണ് സാറേ ഞങ്ങൾ കാണുന്നത്. ഒരു സുനാമി വരികയാണ്. ഒരു സുനാമി അടിച്ച് കയറി വരുമ്പോഴേ ഒരാൾ കുടയം പിടിച്ചുകൊണ്ട് നിന്നുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സുനാമി വരിക, അല്ലെങ്കിൽ ഇടുക്കി ഡാം പൊട്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ കുടയം പിടിച്ചുകൊണ്ട് നിന്നാൽ, അല്ലെങ്കിൽ ചേമ്പലയും പിടിച്ചുകൊണ്ട് നിന്നുള്ള അവസ്ഥ ആലോചിച്ച്. അതാണ് UDFൻ്റെ ഇന്നത്തെ അവസ്ഥ. ദേ ആർ നോട്ട് വെൽ പ്രിപ്പയർഡ്. അവരുടെ എനിമി ആരാണെന്ന് അവർക്കറിയത്തില്ല. വളരെ വേദനയോട് പറയുകയാണ് സുനിൽ സാറേ, മൂന്നാമതും പിണറായി സർക്കാർ ഇതേകാലത്തിലേക്ക് വരും. ഈ വി ഡി സതീശനെയാണ് മുൻപിൽ നിർത്തുന്നതെങ്കിൽ. ഇതിന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, എനിക്കറിയാം MM ഹസനെ, അതുപോലെ തന്നെ ബെനി ബെഹനാൻ, ഞാൻ ഈ പലരുടെയും പേരുകൾ പറയുന്നുണ്ടല്ലോ. ഇത് നമ്മൾ ഗ്രൂപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് MLA ഒന്നും അല്ല. കോൺഗ്രസിനുള്ള സ്നേഹം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അവരാദ്യം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണം. അദ്ദേഹത്തിന് യൂത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടത്തില്ല. അതിനാണല്ലോ വേറെ ഒരാളെ അവർ നിയോഗിച്ചു. അതുകൊണ്ട് ഗുണമൊന്നുമില്ലതിപ്പോൾ മനസ്സിലായല്ലോ. കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുക. കഴിഞ്ഞ ഇലക്ഷനിലെല്ലാം കോൺഗ്രസ്സിന് ജയമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, ഇപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ ശ്രീകണ്ഠൻ രാഹുലിൻ്റെ അടുത്തിരുന്നു. മാന്യൻ, അപ്പന് പറഞ്ഞ മകൻ, അതുപോലുള്ള ആൾ നമുക്ക് വേണ്ടേ. ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ ഫിറോസ്, മാങ്കൂട്ടത്തിൽ, കുഴൽനാടൻ, ചാണ്ടിയുമ്മൻ, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരിറങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ് ബൈ ഇലക്ഷനിലെല്ലാം ജയിച്ചത്. പക്ഷേ ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ചിതറിച്ച് കളഞ്ഞു. സുനിൽ സാറ് പറയുന്നത് ശരിയാണ്. ഇതിൻ്റെ പിന്നിലൊരു ഇടൻ അജണ്ടയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വേണുഗോപാൽ എന്ന് പറയുന്നത് BJPയുടെ ഏജൻ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണോ വേണുഗോപാൽ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇന്ത്യ മുഴുവൻ പുള്ളി കുളവാക്കി. ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലെന്ന്, എല്ലായിടത്തും തോറ്റ് ലീഡേഴ്സ് എല്ലാം പോയി. ഇനി പുള്ളി ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ബീഹാറിൽ ഇലക്ഷൻ നടക്കുക, അവിടെ പോകുന്നില്ല ഈ മനുഷ്യൻ. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ബീഹാറിൽ പോകേണ്ടടുത്ത് ഇവിടെ വന്ന് കിടന്ന് കളിക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ. സാറേ, വേദനയോട് പറയുന്നു, ഇങ്ങനെ പോയാൽ പിണറായി മൂന്നാമത്തെ ടേമിലും വരും. ഇതിന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ബ്രിങ് എ ലീഡർ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ എങ്ങനെയാണ് ഇടതുപക്ഷം അട്ടിമറിച്ചത്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, അവർ ഇല്ലാത്ത അഴിമതിയും ഇല്ലാത്ത ആരോപണങ്ങളും പറഞ്ഞ് ഭയങ്കരമായ സമരം നടത്തി. സെക്രട്ടേറിയറ്റ് വളഞ്ഞും അല്ലാതെയും ഉമ്മൻചാണ്ടിയെ നടക്കാൻ പോലും അനുവദിച്ചില്ല. ശക്തമായ സമരം. ജനമനസ്സുകളിൽ ഇത് അഴിമതി നിറഞ്ഞ സർക്കാരാണെന്നുള്ള പിക്ചർ കൊണ്ടുവന്നു. രണ്ട്, അവർ VS അച്യുതാനന്ദനെ പോലുള്ള കഴിവുള്ള ഒരാളെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി മുമ്പോട്ടിറക്കി. കോൺഗ്രസ്സിന് ഇത് രണ്ടുമില്ല. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞിരുന്ന് രസിച്ച് സുഖിച്ച് കളിച്ച്
നല്ല വെള്ളയും ഇട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലും ചെയ്ത് മീഡിയ എല്ലാം കയ്യിലെടുത്ത് സ്വന്തമായിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനെ അല്ല. അദ്ദേഹത്തിൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കേ, കോൺഗ്രസിനെ അല്ല അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്. അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ ഈ വ്യക്തിയെ തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയല്ല ചെയ്യുന്നത്, അദ്ദേഹം കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ, ഈ മനുഷ്യൻ 2 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് അറപ്പും വെറുപ്പുമാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേൾക്കാൻ. ഇദ്ദേഹം അതുപോലെ വേണുഗോപാലും. അതേസമയം നമ്മൾ ചില ലീഡേഴ്സ് ഇപ്പം അടൂർ പ്രകാശൊക്കെ ആണെങ്കിൽ സംസാരിക്കും, നമ്മൾ കേട്ടിരിക്കും. അടൂർ പ്രകാശാണെങ്കിലും MM ഹസനെ അല്ലെങ്കിൽ ബെനി ബെഹനാനെ, മാത്യു കുഴൽനാടനും ഓക്കെ, ഷാഫി പറമ്പിലാണെങ്കിൽ എക്സലൻറ്റ്. അദ്ദേഹമൊക്കെ പറയുന്ന ഓരോ വാക്കും നല്ല കവിത പറയുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത്. സോ ബ്യൂട്ടിഫുൾ. അങ്ങനെയുള്ള ആളുകളെ മുമ്പോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി കെ സുധാകരൻ ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഈ ഉണ്ണിത്താനെ പോലുള്ളവരെ ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ വിളിച്ച് പറയരുത്. കോൺഗ്രസ് ഇതിനുള്ള ശക്തമായിട്ടുള്ള ഒരു ലീഡറിനെ വേണുഗോപാലിൻ്റെ ചാവരായിട്ട് വന്നിട്ട് ശശി തരൂരിനെ എങ്ങനെയെങ്കിലും കല്ലെറിയണം, അതേപോലെ ഒരു കാരണവശാലും കേരളത്തിലോട്ട് വരല്ല എന്നുള്ള ആ ഒരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് ഈ ചാവരാട്ട് ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങളാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്, അല്ല ശശി തരൂരല്ല. യു ആർ ദ വൺ കില്ലിങ് കോൺഗ്രസ് പാർട്ടി. കേരളത്തിൽ ഇനി ഏത് തീപട്ടി ഭരിച്ചാലും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് യാതൊരു പ്രശ്നവുമല്ല. എന്നാൽ ജനിച്ച നാടിനെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന ഇവർ നാടിനെ നശിപ്പിക്കുന്ന, പിന്നോട്ട് വലിക്കുന്ന ഇത്തരം അലവലാദികളെ കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രമാണ് ഇപ്രകാരമുള്ള അഭിപ്രായങ്ങൾ ഡോക്ടർ തോമസിനെ പോലെയുള്ളവർ പങ്കുവെക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് കൊള്ളാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.